സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. ഇന്ന് ബന്ധങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആദിമസഭയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവമക്കൾ, ദൈവദാസന്മാർ തമ്മിലുള്ള സ്നേഹബന്ധവും ആയിരുന്നു. ഭിന്നത ഉണ്ടെങ്കിൽ അവിടെ വളർച്ച ഉണ്ടാകുകയില്ല. ഇന്ന് പല സഭകളും മുരടിച്ചു പോകുന്നതും വളരുവാൻ കഴിയാതെ അധപ്പതിച്ചു പോകുന്നതും ഭിന്നത നിമിത്തമാണ്. ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും തമ്മിൽ നല്ല ബന്ധം പലയിടങ്ങളിലും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥ സത്യം. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ഗലാത്യ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുപോലും ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. അത്രയ്ക്കും ആഴമായ ഒരു സ്നേഹബന്ധമായിരുന്നു പൗലോസിന് ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ പൗലോസ് പിന്നീട് പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശത്രുവായിട്ട് തീർന്നു. ഇങ്ങനെ ശത്രുതയോടെ പെരുമാറുന്ന പല കൂട്ടങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ വിശ്വാസികളോടാണ് പറയുന്നത്, ദൈവദാസന്മാർ, കർത്താവിൽ അധ്വാനിക്കുന്നവർ, ഭരിക്കുന്നവർ, പ്രബോധിപ്പിക്കുന്നവർ അവരെ അറിഞ്ഞ് അവരോട് ഏറ്റവും സ്നേഹത്തോടെ ഇടപെടണം. അതായത് നല്ല ബന്ധം അവരുമായിട്ട് നിലനിർത്തണം. എന്നിട്ട് പറയുകയാണ്, തമ്മിൽ നിങ്ങൾ സമാധാനമായിരിപ്പീൻ. ബന്ധം നന്നായിരുന്നെങ്കിൽ മാത്രമേ തമ്മിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഒരാൾക്ക് ഒരാളെ കാണാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നിൻ്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് മനസ്സിൽ പോലും ആരും ചിന്തിക്കരുത്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ എത്ര യോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്നു. ഓരോ അവയവത്തിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അത് ചെയ്തുകൊണ്ട് ആ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകുന്നത്. ഇതുപോലെ സഭ ഒരു ശരീരമാണ്. ആ ശരീരത്തിലെ അവയവങ്ങൾ ആണ് വിശ്വാസികൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയണം. തമ്മിൽ ഭിന്നിച്ചിരിക്കുന്ന ഒരവസ്ഥ ദൈവസഭയ്ക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. തമ്മിലെപ്പോഴും യോജിച്ച് ഐക്യതയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീൻ എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുവാണ്. റോമാലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളണം. വലിപ്പം ഭാവിക്കുന്ന ആളുകൾ സഭയ്ക്കകത്തുള്ളത് കൊണ്ടാണ് തമ്മിൽ ഐകമത്യമില്ലാത്തത്, ഭിന്നതയുണ്ടാകുന്നത്. ഞാൻ അവരെക്കാൾ വലിയവനാണ്, മറ്റവരെക്കാൾ വലിയവരാണ് എന്നുള്ള ചിന്ത. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെയും ഇരിക്കും. ആരുടെ കൂടെയാണ് ദൈവമുള്ളത്? കണ്ടാൽ മിണ്ടാത്ത, മനസ്സുകൊണ്ടകന്ന ആളുകൾ കൂടി വരുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് ദൈവമുണ്ടെന്ന് നാം പറയരുത്. വചനം പറയുന്നു, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. അതൊരു കണ്ടീഷൻ അനുസരിച്ചാണ്.
നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടാൽ, നിങ്ങൾ ആശ്വസിച്ചാൽ, ഏക മനസ്സുള്ളവരായിട്ട് ജീവിച്ചാൽ, തമ്മിൽ സമാധാനത്തോടെ ഇരുന്നാൽ, സമാധാനത്തിൻ്റെ ദൈവം, ദൈവത്തിൻ്റെ പേരതാണ് സമാധാനത്തിൻ്റെ ദൈവം, നിങ്ങളോട് കൂടെ ഇരിക്കും. ഇങ്ങനെ എത്രയോ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണമെന്ന് എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്നും പറഞ്ഞിരിക്കുന്നു. പ്രിയരെ, തമ്മിൽ സമാധാനമുള്ളവരായിരിക്കണം. വിശ്വാസികളും ദൈവദാസന്മാരും തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ സമാധാനമുള്ളവരായിരിക്കണം. അവിടെയാണ് ദൈവമുള്ളത്, അവിടെയാണ് അനുഗ്രഹമുള്ളത്, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്, അവിടെയാണ് സഭ വളരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭിന്നിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ സമാധാനമുണ്ടാക്കുന്നവരായി, തമ്മിൽ സമാധാനമുള്ളവരായി ജീവിക്കുവാൻ വചനം കേൾക്കുന്ന ഏവർക്കും കൃപ കൊടുക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.